ഹലോ ഗൈസ്, അങ്ങനെ നാട്ടിൽ പോകുന്ന വിശേഷങ്ങളുടെ രണ്ടാമത്തെ പാർട്ട് കേട്ടോ. ആദ്യത്തെ വീഡിയോ ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തതാണ്, ഇത് സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഇന്ന് ഞാൻ എയർപോർട്ടിൽ പോയി കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോസാണ്. കുറേ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടാ. പിന്നെന്താ എയർപോർട്ടിൽ പോയതിന് ശേഷമുള്ള വീഡിയോസ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. കുറേ വീഡിയോ എടുക്കാൻ പറ്റാത്തതിന് ഞാൻ ആദ്യം തന്നെ സോറി ആയിരുന്നു കേട്ടോ. കുറേ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എയർപോർട്ട് വിശേഷങ്ങളെല്ലാം പറയണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞങ്ങൾക്ക് എന്താ എടുക്കാൻ പറ്റിയിട്ട് സാഹചര്യം ഒന്നും ശരിയായിട്ടുണ്ടായിട്ട് കേട്ടോ. എന്തായാലും ഇതാ നൈറ്റ് വ്യൂ കേട്ടോ നിങ്ങൾ കാണുന്നത്. നൈറ്റ് വ്യൂ അടിപൊളിയായിരുന്നു. ഞങ്ങൾക്കിതാ കുറേ 2 മണിക്കാണ് ഫ്ലൈറ്റ് പറഞ്ഞിട്ടുണ്ടായത്. നൈറ്റ് 13-ാം തീയതി 2 മണിക്കാണ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു രാത്രി. പക്ഷേ ഡിലേ ആയി 3 മണിയെന്ന് പറഞ്ഞു. പിന്നെ 3:30 ആയി. പിന്നെ ശരിക്കും പറഞ്ഞാൽ 4:15 ഫ്ലൈറ്റ് ഒന്ന് പോകുമ്പോൾ ശരിക്കും നല്ലോണം ബുദ്ധിമുട്ടായിരുന്നു. ഈ കുട്ടീനെ ഇങ്ങനെ എടുത്ത് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും പിറ്റേ ദിവസം 14-ാം തീയതി രാവിലെ 8:30 ലാൻഡ് ആവേണ്ട ഫ്ലൈറ്റ് 12 മണിക്കാണ് കേട്ടോ. ഡിലേ ആയതുകൊണ്ട് തന്നെ 12 മണിക്കാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഇതാ പകൽ വ്യൂ കിട്ടാൻ നല്ല രസമുണ്ട് കേട്ടോ. പകൽ നൈറ്റ് വ്യൂവിനേക്കാളും നല്ല രസമുണ്ട്. എന്താ ഫ്ലൈറ്റിൽ നമുക്ക് പകൽ വ്യൂ കാണാൻ നോക്കിയാൽ നല്ല രസമുണ്ട് കേട്ടോ. മേഘങ്ങളിങ്ങനെ കാണുമ്പോൾ ഒന്നെടുത്ത് ഇങ്ങനെ ഐസ്ക്രീം പോലെ ഉണ്ട്, ഒന്നെടുത്ത് കഴിക്കാൻ തോന്നും കേട്ടോ. അത് നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും എന്തായാലും 12 മണിയാവുന്നുണ്ട് ലാൻഡ് ആവാനായിട്ട്. ഞാൻ കുറച്ച് വ്യൂസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറേ വിശേഷങ്ങളൊന്നും പറയാൻ പറ്റിയിട്ട. അതുകൊണ്ട് ആദ്യം തന്നെ സോറി പറഞ്ഞത് കേട്ടോ. എന്തായാലും ഇപ്പോൾ കോഴിക്കോടാണ് ലാൻഡ് ആവുന്നത്. നോക്കി കോഴിക്കോടിൻ്റെ വ്യൂസ് ഇട്ടാ. നമ്മളെ ബഹ്റൈനിൽ പച്ചപ്പൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോൾ നോക്കിയാൽ കോഴിക്കോട് എത്തിയത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. കേരളത്തിലെത്തിയത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഫുള്ള് പച്ചപ്പാട്ടാണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കോഴിക്കോട് വന്നിറങ്ങുന്നത്. ഞാൻ ഇതുവരെ മംഗലാരമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു. മംഗലാരവും കണ്ണൂരാണ് അടുത്തായതുകൊണ്ട് പോകുന്നത്. ഇത് ഫസ്റ്റ് ടൈമാണ് കോഴിക്കോടിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ടെല്ലാം. എയർപോർട്ടൊക്കെ കാണാൻ നല്ല രസമല്ല, അതുകൊണ്ട് ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എത്തി. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മളെ വെയിറ്റിംഗ് ആണ്. പെട്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് കേട്ടോ. ഞങ്ങൾ ബ്ലൂ കളറല്ല, അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ആ പെട്ടിയാണ് കേട്ടോ ഞങ്ങളതെന്ന് പറയുന്നത്. അങ്ങനെ പെട്ടിയെല്ലാം എടുത്ത് ഞങ്ങൾ പുറത്ത് പോയിട്ടാണ്. ഞങ്ങൾ പുറത്ത് പോകുമ്പോഴത്തേക്ക് കുട്ടൻ്റെവർ വന്നിനായിരുന്നു. ധന്യ, കുട്ടൻ, നവി, പിന്നെ അങ്ങനെ എല്ലാവരും വന്നിനായിരുന്നു. നമ്മളെ കൂട്ടാൻ രാജോട്ടനും വന്നിനായിരുന്നു, സുനിയേട്ടൻ വന്നിനായിരുന്നു. എല്ലാവരും വന്നിട്ടാ. ഇവിട്ടിനെ ഇങ്ങനെ കാണുമ്പോൾ അവർ ഹായ് പറയുമ്പോൾ ഇവിടെ പെട്ടെന്ന് കുറേ ദിവസമായില്ലേ കാണാതെ. അതിൻ്റെ ആകാംക്ഷയിൽ നോക്കിയാൽ ഓളെ ഒന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിച്ചിട്ടാ. അങ്ങനെ ഞങ്ങൾ ഏകദേശം 12:30 ആകുമ്പോഴത്തേക്ക് എല്ലാവരും കൂടി ഒന്ന് പുറത്തിറങ്ങി. പിന്നെ എന്താ പറയുക, അവരെല്ലാം കാണുമ്പോൾ അവൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഭയങ്കര സന്തോഷമായി കുട്ടിക്ക്. കുറേ ദിവസമായില്ലേ ഇങ്ങനെ കണ്ടിട്ട്. ഞങ്ങൾ അങ്ങനെ വീഡിയോ ഒക്കെ അപ്ലോഡ് ആക്കുന്നു. എന്നെ കൂട്ടാൻ വന്നവരല്ലോ, അപ്പം എൻ്റെ വീഡിയോയിൽ ഇടാൻ വേണ്ടി നിങ്ങൾ സുനേട്ട ഹായ് ആക്ക്. സുനേട്ട ഹായ്. അതന്നെ ഹായ്. കുറേ ദിവസമായി ഇപ്പം എന്നെ കാണാൻ തന്നെ കൂട്ട. ഹായ് കൂട്ടാൻ വന്ന ആള് കണ്ട. കുട്ടീൻ്റെ ഡാൻസ് ആണ്. ഇങ്ങോട്ടൊക്കെ നമ്മളിതാ സമയത്തായി 5:45 എത്തിയിട്ടാ. ഇപ്പോഴും ഇവിടെയോ ഒരു ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഒരു മാങ്ങ വരണ്ടായി. കുറേ മാങ്ങ വീണുണ്ടായി. അവർ പെറുക്കിക്കോന്ന് പറഞ്ഞു കേട്ടാ. കുറേ മാങ്ങ കിട്ടി. എത്തണത്രേ നമ്മൾ. ഇനി ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് കുറേ വീഡിയോസ് ഒന്നും എടുത്തിട്ട് കേട്ടോ. അപ്പം ഇനിയുള്ള ബാക്കിയുള്ള വീഡിയോസ് എല്ലാം നമുക്ക് വീട്ടിൽ പോയി കാണാം. പോയിട്ട് നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടാണ്. എന്തായാലും ഇരുട്ടിന് മുമ്പ് എത്തിയാലോ. എന്തായാലും നല്ല മഴ വന്നാൽ എന്തായാലും ബ്ലോക്കെല്ലാം നല്ലോണം ഉണ്ടാവും. ഇല്ലെങ്കിലേ ബ്ലോക്ക് കിട്ടിയിട്ട് നമ്മൾ ഇത്രയും ലേറ്റ് ആയിട്ട് അതിന് എന്തായാലും ലേറ്റ് ആവും ഉറപ്പായി. പിന്നെ അമ്മയുടെ എക്സ്പ്രഷനെല്ലാം എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായി. പക്ഷെ എടുക്കാൻ പറ്റില്ല. എന്തെന്നും ഫോണിൽ ചാർജ് ഇല്ല. പിന്നെ നല്ലോണം മഴ എന്ന് പറഞ്ഞാൽ നല്ലോണം മഴ വന്നു. 1.5 മണിക്കൂർ ഉണ്ടായിട്ടായി മഴ എന്ന് പറയുമ്പോൾ. പിന്നെ 9 മണി കഴിഞ്ഞു വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് കാണാം. ടാറ്റാ.